വിശദാംശങ്ങളിലേക്ക് പോകാം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം പിൻവലിച്ചതോടെ ടെസ്റ്റുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ 40 പേർക്കാണ് സ്ലോട്ട് നൽകിയത്. സർക്കുലറിൽ ഇന്നലെ മന്ത്രി നിർദ്ദേശിച്ച ഇളവുകളുടെ അടിസ്ഥാനത്തിലാണ് ടെസ്റ്റ്. സമരത്തെ തുടർന്ന് 15 ദിവസമായി മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ലേണേഴ്സ് ടെസ്റ്റും ഗ്രൗണ്ട് ടെസ്റ്റുമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ്, ഒപ്പം കോഴിക്കോട്ട് നിന്ന് മേഘന മുരളിയും ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. ബിനോയ്, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുകയാണ്. മന്ത്രി നൽകിയ ഇളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം. എന്തൊക്കെയായിരുന്നു ധാരണകൾ? ഇപ്പോൾ ടെസ്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഫിജി, ഡ്രൈവിംഗ് ടെസ്റ്റ് തിരുവനന്തപുരത്തെ മുട്ടത്തറയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പറയാം. അതായത് 40 പേരാണ് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 പേരുടെ ടെസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. റോഡ് ടെസ്റ്റും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഏതാനും പേര് കൂടി വരും എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് ഒരു നല്ല ഒരു സമാപനം ഉണ്ടായി, അല്ലെങ്കിൽ നല്ലൊരു തുടക്കം ഉണ്ടായി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള 15 ദിവസം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ സംഘടനകളും മന്ത്രിയുമായി നടത്തിയ ചർച്ചകൾ വളരെ രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് തന്നെ പറയാം. ഇതിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിയും സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്ക് ഒരു പരിഹാരമായി കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ പ്രധാന ആവശ്യം ഈ പരിശീലനത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലാവധി നീട്ടുന്ന കാര്യത്തിലായിരുന്നു. വാഹനങ്ങളുടെ കാലാവധി 15 വർഷം എന്നുള്ളത് 3 വർഷം കൂടെ നീട്ടി 18 വർഷമാക്കി. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർമാർക്ക് 5 വർഷത്തെ പരിശീലനവും, അതുപോലെ ഇൻസ്ട്രക്ടർമാരുടെ പരിചയമുള്ളവർ മാത്രമേ ഇൻസ്ട്രക്ടർമാരാകാവൂ, അവർക്കൊരു ടെസ്റ്റ് വേണം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അവർ ഇങ്ങനെ ഓരോരുത്തരെയും ആയി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒക്കെ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ആളുകൾ എത്തുമെന്ന് പറഞ്ഞെങ്കിലും മുട്ടത്തറയിലാണ് സാധാരണഗതിയിൽ കൂടുതൽ ആളുകൾ എത്താറുള്ളത്. ഇപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് അറിയാം. സാറേ, ഈ ടെസ്റ്റ് തുടങ്ങിയായിരുന്നു. എങ്ങനെയുണ്ട്? 15 ദിവസത്തിന് ശേഷമാണല്ലോ തുടങ്ങിയത്. ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വളരെ കുറച്ച് പേരാണ് വന്നത്. 10:30 വരെ സമയമുണ്ട് ഞങ്ങൾക്ക്. ആ 10:30ക്ക് മുമ്പ് കുറച്ച് പേരും കൂടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഘടനയുമായി നടത്തിയ ചർച്ചകളുണ്ടായിരുന്നു. ചർച്ചകൾ വളരെ ശുഭകരമായിരുന്നു. എങ്ങനെയായിരുന്നു എൻ്റെ സംഘടനയുള്ള ചർച്ചയിൽ കാര്യങ്ങളെല്ലാം ഒത്തുതീർന്നു എന്നുള്ളതാണ് ഞങ്ങൾ കിട്ടിയ വിവരം. അതിനനുസരിച്ച് പുതിയ നിർദ്ദേശങ്ങൾ RTO രാവിലെ തന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ഇന്നലെ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ അതിനനുസരിച്ചാണുള്ള ടെസ്റ്റാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പുതിയ തീരുമാനങ്ങൾ? എന്തെങ്കിലും തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ H-ഉം 8-ഉം ആദ്യം എടുക്കും. അതിനുശേഷം റോഡിലേക്ക് പോകുന്ന സമയത്താണ് ഗ്രേഡിയൻ ടെസ്റ്റ്. കയറ്റത്ത് നിർത്തിയിട്ട് മുന്നോട്ടെടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഇറക്കത്ത് കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കുക, പിന്നെ ലെഫ്റ്റിലേക്കുള്ള ടേണിങ്, റൈറ്റിലേക്കുള്ള ടേണിങ്, നോർമൽ പാർക്കിങ്, റിവേഴ്സ് പാർക്കിങ്, അങ്ങനെയുള്ള സകല ടെസ്റ്റുകളും റോഡിലാണ് നടത്താൻ പോണത്. എങ്ങനെയുണ്ട് ഈ പരിശീലകരുടെ ഒരു സഹകരണം? പരിശീലകരുടെ സഹകരണത്തിനെ കുറിച്ച് പറയാറായിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അവർ സഹകരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു ഫീലിംഗ്. തീർച്ചയായും അത്തരത്തിൽ വലിയ സഹകരണമാണ് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും വലിയ ആശങ്കകളായിരുന്നു. കാരണം 15 ദിവസമായി നിരവധി പേരാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. പലർക്കും ടെസ്റ്റിന് വന്നെങ്കിലും അവർക്ക് അത് കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. എന്തായാലും മുട്ടത്തറയിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ, അതായത് പുതിയ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള ടെസ്റ്റും അതിൻ്റെ ക്രമീകരണങ്ങളും മുട്ടത്തറയിലും ആരംഭിച്ചിരിക്കുന്നു. അതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചതും. ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു, അപകടങ്ങൾ ഒഴിവാക്കിയ ഒരു നല്ല ഡ്രൈവിംഗ്, അതായത് വാഹനങ്ങൾ ഓടിക്കുന്ന കാര്യത്തിൽ പരമാവധി അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിൽ ആ പരിഷ്കാരങ്ങളോട് എല്ലാവരും യോജിച്ചു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സംഘടനകൾ, ഡ്രൈവിംഗ് പരിശീലന സ്കൂളുകളുടെ സംഘടനകൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇരു കൂട്ടരും അംഗീകരിച്ചതോടെ എല്ലാത്തിനും ശുഭകരമായ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുമെന്ന് പറയാൻ കഴിയും. ഫിജി, ശരി. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് പുനരാരംഭിച്ചിട്ടുണ്ട്. ബിനോയ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. മേഘന ചേരുന്നു. മേഘന, എങ്ങനെയാണ് കോഴിക്കോട്ടെ കാര്യം? ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചോ? പരിശീലകരും അതുപോലെ ടെസ്റ്റ് എടുക്കാൻ വരുന്നവരുമൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ?
ഫിജി, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ചേവായൂരാണ്. ഇവിടെ നമ്മൾ മുന്നേ തന്നെ ഇവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളുടെ സമരങ്ങളും സ്കൂൾ ഉടമകളുടെ സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം മന്ത്രിയുമായി ഇന്നലെ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ ഒരു അനുനയ നീക്കത്തിലേക്ക് എത്തുന്നു. ഇവിടെ ചേവായൂരും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്കൂൾ ഉടമകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ എത്തിയിട്ടില്ല. അതിനുശേഷമായിരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ടാവുക. ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിൽ തൃപ്തികരമാണ്, മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തൃപ്തികരമാണോ? ഇന്നത്തെ ഒരു ഗ്രൗണ്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അത് ഞങ്ങൾ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ കാര്യമായിട്ടുള്ള ഡേറ്റ് കൂട്ടണം എന്നുള്ളതായിരുന്നു. അത് മന്ത്രി പറഞ്ഞതെന്താ വെച്ചാൽ 40 ഒരു MBAക്ക് 40 എണ്ണം വെച്ച് നടത്താൻ പറ്റുന്ന കണ്ടീഷനിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എത്രയായാലും ഇവിടെ 3 MBAമാരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡേറ്റിൻ്റെ പ്രോബ്ലം ഇവിടെ തീരും. പിന്നെ ഈ ടെസ്റ്റിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ മെയിൻ വന്നതിന് ശേഷം നമുക്കത് അറിയാൻ പറ്റും. ഏത് തരത്തിലാണ് ആൾക്കാർക്ക് ഗവൺമെൻറ് ഓർഡർ കിട്ടണ്ടേ എങ്ങനെയാണെന്നില്ല മന്ത്രി പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ എങ്ങനെയാണ് നടത്തുന്നത് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം കിട്ടുള്ളൂ. അപ്പോൾ പുതുക്കിയ സർക്കുലർ വന്നാൽ മാത്രമേ ഒരു തുടങ്ങുള്ളൂ എന്നാണോ പറയുന്നത്? അത് നമ്മൾ അറിയില്ല, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. MBമാരും വന്നിട്ടില്ല. പിന്നെ ഇവിടെ സൈറ്റ് ബ്ലോക്കാണ്. ഏത് രീതിയിലാണ് നടത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു രീതിയിൽ ഇപ്പം ഈ ഇന്നലെ മഞ്ഞാന്നൊക്കെ ആയിട്ട് പല സ്ഥലത്തും ചെറിയ തോതിൽ ടെസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണോ, അതായത് ആദ്യം റോഡ് ടെസ്റ്റ് നടത്തിങ്ങാണ്ട് പിന്നെ H ആണോ അല്ലെങ്കിൽ H കഴിഞ്ഞിട്ട് റോഡിലേക്കാണോ എന്നാണ് ഇപ്പോൾ പുതിയ ഇന്നലത്തെ തീരുമാനത്തിൽ H കഴിഞ്ഞിട്ടാണ് റോഡിലേക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ റോഡ് കഴിഞ്ഞിട്ടായിരുന്നു H എടുത്തത്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ, ഒരു വ്യക്തത കുറവുണ്ട്. അതെ അതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഓർഡർ വന്നിട്ടില്ല പുതിയതിൻ്റെ. അപ്പോൾ ഇപ്പോഴും പഴയ സർക്കുലർ തന്നെയാണല്ലോ. പഴയത് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2-3 ദിവസം മുന്നേയുള്ള ആ സർക്കുലറിലാണോ അല്ലെങ്കിൽ പുതിയ ഇതിലാണോ എടുക്കുക എന്നുള്ളത് അറിയില്ല. മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൃപ്തികരമാണ്, സ്വാഗതം ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ഇതാണ്. നമുക്ക് വേണ്ടതും അങ്ങനെ തന്നെയാണ് സ്ലോട്ട് കൂട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തന്നിട്ടുണ്ട്. അതിൽ മൂപ്പര് ഞാൻ പറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെയുള്ള ചില പരിഷ്കാരങ്ങൾ പറഞ്ഞാൽ അത് വേണം, ആവശ്യമാണ്. എന്താ വെച്ചാൽ ഇപ്പം പുതിയ കാലത്തിനനുസരിച്ച് കാണുമ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് ഞങ്ങളെല്ലാവരും ആദ്യമേ അംഗീകരിച്ചൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, സ്ലോട്ടിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത്. അത് ക്ലിയർ ആയതോട് ഞങ്ങളതിൽ പൂർണ്ണ തൃപ്തരാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എത്തിയാൽ ഇവിടെ ഒരു ഗ്രൗണ്ട് ടെസ്റ്റിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുമായിരിക്കും അല്ലേ? അതെ അത് വന്നാലും കൃത്യമായിട്ട് ഒരു ഐഡിയ രൂപം കിട്ടുള്ളൂ. എന്തെങ്കിലും ചർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്? ചർച്ചയൊന്നുമില്ല, അവർക്ക് ഇത് കിട്ടിയാലേ വരുള്ളൂ. അപ്പോൾ ഇതില്ല, ഇപ്പോൾ സൈറ്റ് ലേണിങ്ങിൻ്റെ സൈറ്റ് ബ്ലോക്കായി ഓപ്പൺ അല്ല, അതുകൊണ്ടായിരിക്കും വരാത്തത്. ഇപ്പോൾ വരും. ഫിജി, ഇത് തന്നെയാണ്. അതായത് നിരവധിയായിട്ടുള്ള ആശങ്കകൾ ഇവർക്കുണ്ടായിരുന്നു. അതായത് സ്ലോട്ടുകളുടെ എണ്ണമടക്കം, വാഹനത്തിൻ്റെ കാലപ്പഴക്കമടക്കമുള്ള നിരവധിയായിട്ടുള്ള ആശങ്കകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ നടത്തുന്ന ഉടമകൾക്കുണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ ഒരു മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലൂടെ പരിഹരിക്കുകയാണ്. ശേഷം അല്പസമയത്തിനകം തന്നെ 10 മണിയോടുകൂടി തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ ഈ ചേവായൂരുടെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു അവബോധം കിട്ടേണ്ടതുണ്ട്. ഇതിൽ ഏത് തരത്തിലാണ് ടെസ്റ്റ് നടത്തേണ്ടത് എന്നുള്ള ഒരു അവബോധം കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം ഇവിടെ ഈ ടെസ്റ്റ് നടത്താൻ ഇവർ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയും ആ ഫലങ്ങളും ഒക്കെ ഇവർ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഫിജി, മേഘന, ടെസ്റ്റിനെത്തിയവരാണോ? പെൺകുട്ടികളെ മറ്റും കാണുന്നുണ്ട്. അവരോട് അഭിപ്രായം ചോദിക്കാമോ? എങ്ങനെയായിരിക്കും ഈ ടെസ്റ്റ് എന്നത് സംബന്ധിച്ച് അവർക്ക് വ്യക്തമായൊരു ഐഡിയ ഉണ്ടോ, അഭിപ്രായമുണ്ടോ? ഫിജി, ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവരാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് എന്താണ്, എങ്ങനെ ഗ്രൗണ്ട് ടെസ്റ്റിന് എത്തിയവരാണോ? അതെ. കുറച്ച് ദിവസങ്ങളായിട്ട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ടെസ്റ്റ് ഉടമകളുടെ, സ്കൂൾ ഉടമകളുടെ സമരമൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ ഇത് പുനരാരംഭിക്കുമ്പോൾ? എന്താ പറയുക, കുറേ ദിവസമായി കാത്ത് വെയിറ്റ് ചെയ്തു. മുന്നേ തന്നെ അപേക്ഷ കൊടുത്തതാണോ? മുന്നേ തന്നെ 2-3 മാസമായി. കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നോ? ഇല്ല, കറക്റ്റ് ടൈമാണ്. പറഞ്ഞ ഡേറ്റ് കിട്ടിയത് ഇന്നാണ്. ഇനിയിപ്പോൾ ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് നടക്കും തന്നെയാണ്. ഇവർ സ്കൂൾ ഉടമകളൊക്കെ എങ്ങനെയാണ് നടക്കാമെന്നാണ്. മുന്നേ ഇവിടെ വന്നിട്ട് മടങ്ങി പോകേണ്ട സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ആദ്യമായിട്ടാണ് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ വേഗത്തിൽ തന്നെ ഇത് നടക്കും തന്നെയാണ് വിചാരിക്കുന്നത്? നടക്കുന്നതാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഫിജി, ഇവരും ഇവിടെ ഗ്രൗണ്ട് ടെസ്റ്റിന് വേണ്ടി എത്തിയിട്ടുള്ള അപേക്ഷാർത്ഥികളാണ്. ഇവർക്കും
ായിട്ടും ഇന്ന് ഡേറ്റ് കിട്ടിയവരാണ്. ഇതിൽ മുന്നത്തെ ഈ സമരങ്ങളൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് സ്ലോട്ട് കിട്ടി ടെസ്റ്റിന് വേണ്ടി ഇവിടെ എത്തിയവരാണ്. എന്തായാലും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരുന്നതോടുകൂടി തന്നെ ഇതിലൊരു ടെസ്റ്റ് ഇവിടെ എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ സ്കൂൾ ഉടമകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സർക്കുലറോ അല്ലെങ്കിൽ ഒരു പുതുക്കിയ സർക്കുലറോ ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇവിടെ ടെസ്റ്റ് ആരംഭിക്കാനാവുള്ളൂ. ഫിജി. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതാനും നിമിഷത്തിനകം ആ ടെസ്റ്റ് ആരംഭിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം. തിരുവനന്തപുരത്ത്